ഹലോ ഗൈസ്, നമ്മൾ രാവിലെ തന്നെ റൂം ചെക്കൗട്ട് ചെയ്ത് നമ്മൾ എയർപോർട്ടിൽ എത്തിക്കണ്. നമ്മളിഞ്ഞ് ലങ്കാവിക്കുള്ള ട്രിപ്പാണ്. മലേഷ്യൻ്റെ തന്നെ ഒരു ഐലൻഡാണ് ലങ്കാവി എന്ന് പറയുന്നത്. ഇവിടെ ഒരു കിയോസ്ക് ഉണ്ട്, അതിൽ നമുക്കുള്ള ബോർഡിംഗ് പാസും നമ്മളെ ബാഗേജിൽ ഒട്ടിക്കാനുള്ള സ്റ്റിക്കറൊക്കെ നമുക്ക് തന്നെ പിന്നെ സെൽഫ് സർവീസ് ആയിട്ട് ഇവിടെ നിന്ന് എടുക്കുക. അതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നമുക്കുള്ള സംഭവങ്ങളൊക്കെ അതിന് സെറ്റാക്കി എടുത്ത് നമ്മൾ നേരെ വിട്ടു ഡിപ്പാർച്ചറിൻ്റെ ഏരിയക്ക്. പിന്നെ നമ്മൾ ഫ്ലൈറ്റ് അവിടെ നിൽക്കുന്നുണ്ട്. ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി ഒരു കോഫിയൊക്കെ അടിച്ച് അപ്പോൾ ഇതിനും ഫ്ലൈറ്റൊക്കെ പൊന്തി നേരെ ഏകദേശം ലങ്കാവി എത്താനായിരിക്കണം. 1 മണിക്കൂറത്തെ ട്രാവലിംഗ് ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ലങ്കാവി ഇറങ്ങി നേരെ 2-3 ഫോട്ടോസൊക്കെ എടുത്ത്. ലങ്കാവി എന്ന് പറയുന്നത് ചെറിയൊരു ദ്വീപാണ്, ആകെ അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ അവിടുന്ന് റെൻറ്റിന് വണ്ടിയൊക്കെ എടുത്തിട്ട് നേരെ വിട്ടു നമ്മളെ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചൊരു 20 കിലോമീറ്റർ ഒക്കെ ഉണ്ട്. നമ്മളെ നാട്ടിലത്തെ അതേ സൈഡ് തന്നെയാണ് ഇവിടെ ഡ്രൈവിംഗ് ഒക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയൊക്കെ എടുക്കാൻ പറ്റി ഇവിടുന്ന്. പിന്നെ അങ്ങനെ നേരെ നമ്മളെ റൂമിലെത്തി ചെക്ക് ഇൻ ചെയ്ത് കയറി. ഇതാണ് നമ്മളെ റൂം. 2 ആൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ബെഡും ഒക്കെ ഉണ്ട്. കുഴപ്പമില്ല, 5 സ്റ്റാർ ഫെസിലിറ്റി അല്ല, ഒരു 3 സ്റ്റാർ ഫെസിലിറ്റി ഒക്കെ അങ്ങനെ. പിന്നെ ഇവിടുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ലൊരു വ്യൂവും ഒരു എന്താ പറയുക, മലേഷ്യ ലങ്കാവിത്തെ ഒരു അങ്ങാടിയാണിത്. ചെറിയൊരു ടവറും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, ഞങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. പിന്നെ നേരെ നമ്മളെ സ്വിമ്മിംഗ് പൂളിലേക്ക് വന്ന്. ഇവിടെ ഒരാളെയും കാണാനല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഒരു മനുഷ്യന്മാരുമില്ല. പിന്നെ കുഴപ്പമില്ലാത്ത ഏരിയയാണ്, ആളും ബഹളമൊന്നുമില്ല, നല്ല പ്രൈവസി ഉണ്ട്. പിന്നെ അടിപൊളി വ്യൂ ആണ്. കുറച്ച് നേരം നമ്മളവിടെ അങ്ങനെ നിന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. ഇവിടെ തന്നെ ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. നല്ല സീ ഫുഡൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ പിന്നെ യാത്ര തുടരുകയാണ്. ഞങ്ങൾ സ്കൈ ക്യാബ് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവിടെ പെട്രോളും കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം അടിക്കണം. അവിടെ പൈസ കൊടുത്തതിന് ശേഷം നമുക്ക് സ്വന്തം അടിക്കുക. പിന്നെ നമ്മളങ്ങനെ പോന്ന് സ്കൈ ക്യാബിൽ കയറാൻ വേണ്ടി ഇവിടെ എത്തി. പിന്നെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഇതിനുള്ളിൽ കയറാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ലങ്കാവിത്തെ കേബിൾ കാർ പറയുന്നത് വേൾഡിൽ തന്നെ അറിയപ്പെടുന്നതാണ്. ഹയ്യസ്റ്റും പിന്നെ ടാളസ്റ്റും ഒക്കെയാണ്. കുഴപ്പമില്ല, അടിപൊളിയാണ്. നമ്മളെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. താഴത്തേക്കൊക്കെ നോക്കുമ്പോൾ ശരിക്കും പേടിയാവും. നല്ല അടിപൊളി വ്യൂ ആണ്. നമുക്കിത് അതാ കാണുന്ന മലയുടെ അറ്റത്തേക്കാണ് നമുക്ക് എത്തേണ്ടത്. അവിടെ നമ്മൾ ഇറങ്ങും. ഇതാണ് ഇവിടുത്തെ സ്കൈ ബ്രിഡ്ജ്. ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. ഇവിടെ നല്ല തണുപ്പൊക്കെ ആയിട്ട് നല്ല സെറ്റ് വ്യൂ ആണ്. പിന്നെ ഒരു പരുന്തിൻ്റെ ആകൃതിയിലുള്ളൊരു സംഭവം ഉണ്ട് അവിടെ.
ഗൈസ്, അപ്പോൾ നമ്മളിനി ഇവിടുന്ന് ഇറങ്ങി നേരെ 3D ആർട്ട് കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ച് അവിടെ നിന്ന് നടക്കാണ്ട് നമ്മൾ നേരെ അവിടെ നിന്ന് അടുത്ത് തന്നെ ഒരു ബീച്ചുണ്ട്, അവിടേക്കുള്ള യാത്രയിലാണിപ്പോൾ. ബീച്ചിലപ്പത്തിനും ഓരോരോ പരിപാടികൾ നടക്കാൻ തുടങ്ങിയിരിക്കണ്. ഇവിടുത്തെ ലോക്കൽസുകളാണ് തോന്നുന്നുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പുറത്തിറങ്ങി. പിന്നെ അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു KFCൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ അവിടെ കയറി KFCയും ഫ്രൈസൊക്കെ കഴിച്ച് നേരെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഹോട്ടലിലേക്ക്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.